നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടി, സത്യാമ്മ ക്ഷണിച്ചത് മര്യാദ. പകരം ആ മര്യാദ തിരിച്ചങ്ങോട്ടും കാണിക്കണം. ഞാനിപ്പോ എന്ത് മര്യാദക്കേട് കാണിച്ചെന്നാ? എടി, ഇതെന്തൊരു വേഷമാടേ ഇത്. നീ എന്താ ഉറക്കപ്പായി എഴുന്നിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോ? ആ, എനിക്കിതേ ഉള്ളൂ. എന്റെ ഭർത്താവ് ഒരു പാവൻ ഡ്രൈവറാ, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളല്ല. എടി, ഒരു ചടങ്ങിന് പോകുമ്പോ കൊള്ളാവുന്ന ഒരു സാരി എടുത്തു കൊടുക്കാൻ ഭർത്താവ് കുബേരനാവണമെന്നൊന്നും ഇല്ല സുസ്മിതെ. എനിക്കുള്ളതിൽ ഏറ്റവും നല്ല സാരി തന്നെ ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത്. നിക്ക് ദേ സുസ്മിതെ, നിനക്കുള്ള മറ്റെല്ലാ സാരികളും ഇതിനേക്കാളും നല്ലതാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പൊ നിനക്കൊരു സാരി വേണമെന്ന് പറഞ്ഞ എന്ത് വില കൊടുത്തും രോഹിത് അത് വാങ്ങിച്ചു തരുമെന്ന് എനിക്കറിയാം. പിന്നെ ആരെ കാണിക്കാനടി ഇതും ചുറ്റി വന്നിരിക്കുന്നെ? നിനക്ക് എന്റെ പല സാരിയും കാണുമ്പോ നല്ലതായിട്ട് തോന്നുമായിരിക്കാം. പക്ഷേ എനിക്കിതാ നല്ലതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് ഉടുത്തു. നിനക്കിഷ്ടപ്പെടുന്നതല്ലോ, എനിക്കിഷ്ടപ്പെടുന്നതല്ലേ ഞാൻ ഉടുക്കേണ്ടത്. സുസ്മിതെ, സത്യാമ്മയെ നീ നാണം കെടുത്തുക. പറഞ്ഞല്ലോ, എനിക്കിതേ ഉള്ളൂ. നിന്റെ സത്യാമ്മയ്ക്ക് അത്രയ്ക്ക് നാണക്കേടാണെങ്കിൽ എന്നെ ഈ ചടങ്ങിന് ക്ഷണിക്കരുതായിരുന്നു. അല്ലെങ്കിൽ അതുപോലൊരു പിച്ചക്കാരന് എന്റെ കൈ പിടിച്ചു കൊടുക്കരുതായിരുന്നു. നിന്റെ ഉദ്ദേശം എനിക്ക് നേരത്തെ മനസ്സിലായി. സഹതാപ തരംഗം. അതൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല സുസ്മിതെ. ആ, നിനക്ക് മനസ്സിലായല്ലോ, നല്ല കാര്യം. ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഭാമാൻഡി, ദേ മര്യാദയ്ക്ക് സാരി മാറ്റിയിട്ട് പോണം. നീ പറഞ്ഞാൽ ഉടനെ തന്നെ അങ്ങ് സാരി മാറ്റാൻ പോവല്ലേ ഇപ്പൊ ഞാൻ? എന്റെ പട്ടി മാറ്റുവടി. അപ്പൊ നീ തീരുമാനിച്ചുറപ്പിച്ചതാ? ആണെന്ന് പറഞ്ഞില്ലേടി. അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാരി മാറ്റിക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എടി കുഞ്ഞേ, ഞാൻ എവിടെയൊക്കെ നോക്കി. ദാ ചായ എടുത്തോളൂ. എനിക്കിപ്പോ വേണ്ട. അതെ, നിന്റെ പിടിവാശി തന്നെ നടക്കട്ടെ. നീ സാരി മാറുന്നില്ലെങ്കിൽ വേണ്ട. ദേ ചായ എടുത്തു കുടിക്കേ. നടന്ന് ക്ഷീണിച്ചതല്ലേ. പിന്നെ സുസ്മിതേ, അയ്യോ അയ്യോ സോറി സുസ്മിതേ, അറിയാതെ പറ്റിയതാ. നീ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് മനസ്സിലായിടി. എന്നെ കൊണ്ട് സാരി മാറ്റിക്കാനല്ലേ? പക്ഷേ നീ അളക്കുന്നതിലും മേലെയാ സുസ്മിത. ഞാൻ ഈ സാരി മാറ്റാൻ പോകുന്നില്ല. അതെ, ഇനി സാരി മാറ്റണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എടീ, ഇതുടുത്തോണ്ട് ഇന്നത്തെ ദിവസം നീ ഇതുവഴി നടന്ന നിന്റെ തലയ്ക്കോളമാണെന്നേ എല്ലാവരും കരുതും. വേണമെങ്കിലേ നിന്നെ രണ്ട് ചെവിയിലും ഫിറ്റ് ചെയ്യാൻ ചെമ്പരത്തി കൂടി ഞാൻ സംഘടിപ്പിച്ചു തരാം. എടീ, ഈ കോലത്തിൽ നിന്ന് നീ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്നെ പിടിച്ചേ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുള്ളൂ. ആ നിലവിളി ശബ്ദമൊക്കെയുള്ള വണ്ടി വിളിച്ച്. കുഴപ്പമാണല്ലോ. ഞാൻ രോഹിത്തിനെ പറ്റി പറയാൻ പോകുന്ന കാര്യം ഭാമാൻഡി വിശ്വസിക്കില്ലേ? പിന്നെ ഞാൻ ഈ പണിപ്പെട്ടതൊക്കെ വെറുതെ ആവും. ഇല്ല സുസ്മിതേ, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെ എന്തോ പറയാനുണ്ടെന്ന് ഇവക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് ഭാമാൻഡിയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു പിടിപ്പിക്കാനില്ല. അതിന് വന്നതല്ല ഞാൻ. നീ വന്നത് എന്തിനാന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം സുസ്മിതേ. ഈ മൈൻഡ് റീഡിംഗ് എന്നൊരു കല അഭ്യസിച്ചോണ്ടിരിക്കുക ഞാൻ. നിന്റെ മനസ്സ് വായിക്കുമ്പോ കാണുന്നത് മുഴുവൻ ദുഷ്ടതരങ്ങളും ക്രൂരതകളും ആണെന്ന് മാത്രം. ഒരുമാതിരി നരകത്തിലേക്ക് നോക്കുന്ന പോലെ. എന്നാ നീ ചെല്ലേ സത്യമ്മയുടെ അടുത്തേക്ക്. കുഴഞ്ഞല്ലോ. ചെല്ല് ചെല്ല് ചെല്ല്. ശാലിനി, എനിക്ക് മാറാനൊരു നിനക്ക് മാറാനൊരു സാരി. സാരിയോ? എന്തേലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറ. സാരി. ആ, അങ്ങനെ പറ. അപ്പൊ ഒരു സാരി. സിസ്റ്ററെ, ഈ ഹെഡ് നേഴ്സ് ഏലിയാമ്മ ഇല്ലേ ഇവിടെ? ഉണ്ട്, കുറച്ച് തിരക്കില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണം. ശാരദാമ്മേ, കാത്തിരിക്കേണ്ടി വരും.
ശാന്ത, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പോവാ. ശാന്തയ്ക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. ശാരദാമ്മേ, അതെ, ആളെ കണ്ടോ? ഓ കണ്ടു. എന്നിട്ട് ഏലിയാമ്മ നഴ്സ് പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള്. അയാൾക്കൊരു അസുഖം അവശതയുള്ളതായിട്ടൊന്നും ഞങ്ങക്ക് തോന്നിയില്ല. അല്പ അഹങ്കാരത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ശാന്തേ, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ പറയാതിരിക്കുന്ന ശാരദാമ്മേ? അപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഗോപാലകൃഷ്ണൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാ പെരുമാറുന്നേ. പുറത്തുനിന്ന് ആര് കാണാൻ വന്നാലും ഒരു വെട്ടുപോത്തിന്റെ സ്വഭാവമാ കാണിക്കുന്നേ. ഒരു കാര്യവും ഇല്ലാതെ ആൾക്കാരെ പിണക്കി വിടും. രാജേശ്വരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതൊക്കെയോ അമ്പലങ്ങളിലായിരുന്നത്രേ കുടിപ്പാർപ്പ്. ആ സമയത്തും പരിചയക്കാരോടൊന്നും ഒരു സമ്പർക്കവും ഇല്ലായിരുന്നു. പക്ഷേ ആരോടും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകാറില്ലായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഇവിടെ എത്തിയപ്പോ സ്വഭാവം ആകെ മാറി. എന്താ ഏലിയമ്മേ ഗോപാലേട്ടന്റെ അസുഖം? TB ആന്നേ. TB? പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ക്ഷയരോഗം അല്ല, അതിന്റെ പുതിയൊരു വകഭേദം. അപൂർവമായിട്ട് ഇത് കണ്ടുവരാറുള്ളൂ ആൾക്കാരില്. പൂർണ്ണമായിട്ട് ഭേദപ്പെടാനും ബുദ്ധിമുട്ടാന്നാ ഡോക്ടർമാര് പറയുന്നേ. അല്ല, ഭേദപ്പെടണമെന്ന് ഗോപാലകൃഷ്ണൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അസുഖം അയാളെയും കൊണ്ടേ പോകുന്നാ പറയുന്നേ. അതെല്ലാരോടും പറയുകയും ചെയ്യും. ദേവി, ചികിത്സയ്ക്കൊന്നും ഗോപാലകൃഷ്ണന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും അമ്പലനടയിൽ കിടന്ന് മരിക്കാനായിരുന്നത്ര അയാളുടെ താല്പര്യം. അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആരോടും പറഞ്ഞില്ല. ഒടുവിൽ റോഡിൽ എവിടെയോ ബോധം കെട്ട് കിടന്നപ്പോ വഴിയാത്രക്കാരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ടും പലതവണ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവശത കൂടി എവിടെയെങ്കിലും കിടക്കുമ്പോ പോലീസോ ആരോഗ്യ പ്രവർത്തകരോ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും. ഒടുവിലൊടുവിൽ ഗോപാലകൃഷ്ണൻ തന്നെ മനസ്സിലായി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ലാന്ന്. അങ്ങനെ ഇവിടെ തന്നെയായി കിടപ്പ്. ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.